പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുസ്ലിം മതസംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായിട്ട് ഇന്നേക്ക് 100 വർഷം തികയുകയാണ്. 1926 ജൂൺ മാസം 26-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപം കൊണ്ട സംഘടന വിശ്വാസികൾക്കായി ഒട്ടേറെ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. 1989-ൽ ഈ സംഘടന പിളർന്നുവെങ്കിലും ഇരു കൂട്ടരും 100-ാം വാർഷികം ആഘോഷിക്കാൻ ഒരേപോലെ ആവേശത്തിലാണ്. പിളർന്നവർ ഒരുമിക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. സമസ്തയുടെ 100-ാം വാർഷികത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സമസ്തയിൽ ഒരു ലയനം സാധ്യമാണോ എന്നാണ്. ന്യൂസ് ആംഗിളിലേക്ക്. പ്രസാദ് ഉറുമ്പശ്ശേരി വാർത്തയുടെ വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. സമസ്ത രൂപീകൃതമായിട്ട് 100 വർഷം, ആ 100 വർഷം ആഘോഷിക്കാൻ പോവുകയാണ് സമസ്തയിലുള്ളവർ എല്ലാം, രണ്ടു വിഭാഗങ്ങളും. ഈ പറഞ്ഞ പോലെ തന്നെ പലവട്ടം സമസ്തയുടെ ഐക്യമൊക്കെ ചർച്ചയാകപ്പെട്ടതും അതിനുള്ള നീക്കങ്ങൾ നടക്കുകയും ഒരു വേളയിൽ അവർ ഒന്നിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ വീണ്ടും വീണ്ടും അത് പലവിധ കാരണങ്ങൾ കൊണ്ട് പിളരുന്നത് നമ്മൾ കാണുന്നു. ഇന്നലെ കാന്തപുരത്തിൻ്റെ കണ്ണീര് കണ്ടു, കാന്തപുരം വിതുമ്പുന്നത് കണ്ടു. സമസ്തയിലെ പിളർപ്പുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ ഈ കണ്ണീർ സമസ്തയുടെ ഐക്യത്തിന് കാരണമാകുമോ പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ടൗൺ ഹാളിന് മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 100 വർഷം മുമ്പ് 1926 ജൂൺ 26-നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിറവി. ഇവിടെ വെച്ചാണ്, ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചാണ് ആ സംഘടന രൂപം കൊള്ളുന്നത്. എന്തായാലും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, സംഘടനയിൽ 5 ലക്ഷ്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഉണ്ടായിരുന്നത്. മതപ്രബോധനം, അതോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണം, മതവിദ്യാഭ്യാസം തുടങ്ങിയ 5 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ സംഘടനയെ തന്നെ വേദനിപ്പിച്ച്, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ, സേതു പറഞ്ഞതുപോലെ കാന്തപുരത്തിൻ്റെ കണ്ണീര് നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇതേ ടൗൺ ഹാളിൽ വെച്ച്. ഇന്നലെ ഇവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചടങ്ങ് ഉണ്ടായിരുന്നത്. അതിൽ 1989-ലാണ് സമസ്ത പിളരുന്നത്. പിളർന്നതിന് ശേഷം അന്ന് വലിയ തോതിൽ ഇരുവിഭാഗവും, പിന്നീട് AP വിഭാഗം സമസ്ത, EK വിഭാഗം സമസ്ത തുടങ്ങിയ 2 പ്രധാനപ്പെട്ട സംഘടനകളായി അത് മാറുകയും 2 സംഘടനകളും അതിശക്തമായി തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. ആരും ദുർബലപ്പെട്ട്, അതായത് പിളർപ്പിന് ശേഷവും ഈ 2 സംഘടനയും ദുർബലപ്പെട്ടില്ല എന്നുള്ളതാണ്, കൂടുതൽ ശക്തിപ്പെട്ടു എന്നുള്ളതാണ് സംഘടനയുടെ പ്രവർത്തനങ്ങളും അവരുടെ പിന്നീട് നമുക്ക് വിലയിരുത്തുമ്പോൾ പറയാൻ കഴിയുക. പിന്നീടാണ് ഈ സംഘടന എന്തിനാണ് 2 തരത്തിൽ പോകുന്നത്, ഒരുമിക്കണ്ടേ എന്നുള്ള ആശയം ഇരു വിഭാഗത്തിൽ നിന്നും ഉയരുകയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ഈ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AP വിഭാഗത്തിൻ്റെയും EK വിഭാഗത്തിൻ്റെയും എല്ലാ പ്രത്യേക പരിപാടികളിലും സെമിനാറുകളും സമ്മേളനങ്ങളൊക്കെ നിരന്തരം നടന്നു വരുന്നുണ്ട്. EK വിഭാഗത്തിൻ്റെ സമ്മേളനം കാസർഗോഡ് വെച്ച് പൂർത്തിയാകുകയും ചെയ്തു. എന്നാൽ ഈ ലയനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2018-ൽ ഈ 2 വിഭാഗങ്ങളിൽ നിന്നും 4 പേർ വീതമുള്ള ഒരു സമിതി രൂപീകരിക്കുകയും അതിന് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷനായിട്ടുള്ള സമിതി ഏറെക്കുറെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീട് അത് കോവിഡിന് ശേഷം അതിൻ്റെ തുടർ ചർച്ചകളൊന്നുമില്ലാതെ നിന്നുപോയി. ഇപ്പോൾ വീണ്ടും സജീവമായിട്ടുണ്ട്, അതിൻ്റെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഈ ചർച്ച നടക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടി അതിൻ്റെ ചർച്ച നടക്കുകയും പിന്നീട് ലയനം വേണോ ഐക്യം വേണോ എന്നതിലേക്ക് തർക്കമായി മാറുകയും പിന്നീട് രണ്ട് വിഭാഗത്തിനും വലിയ തോതിലുള്ള ആസ്തികളും ഒക്കെയുണ്ട്. അപ്പോൾ ആരായിരിക്കും ഇതിൻ്റെ പിന്നീട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്, ഇതിൻ്റെ ആസ്തികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അതിന് ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് തമ്മിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് നിന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2 കൂട്ടരും അതിന് മാനസികമായി, അതായത് ലയനത്തിനല്ല ഐക്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നതിന് മാനസികമായി തയ്യാറായിട്ടുണ്ട്. ഒരു വിഭാഗം ലയനം തന്നെയാണ് വേണ്ടതെന്ന് അവകാശപ്പെടുന്നു, അതിനുവേണ്ടി മുന്നോട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ കാന്തപുരം അദ്ദേഹം പറയുന്നത് എന്തിനാണ് പിളർപ്പുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ അദ്ദേഹം ഗുരുനാഥനായി കാണുന്ന ഒരാളാണ് EK അബൂബക്കർ മുസ്ലിയാർ, സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായി പിളർന്ന അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് കാരണം മറ്റു ചില ശക്തികളാണ്. അതായത് സമസ്ത രൂപം കൊള്ളാൻ എന്താണോ കാരണമായി മാറിയത്, അതേ ശക്തികൾ തന്നെയായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള EK അബൂബക്കർ മുസ്ലിയാരുമായിട്ടുള്ള ഈ ഒരു ഭിന്നതയ്ക്കും പിന്നീട് വഴിമാറി പോകുന്നതിനൊക്കെ കാരണമായി മാറി. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഇന്നലെ അതൊക്കെ സംസാരിക്കുന്നത്. അപ്പം മറുഭാഗത്തും EK വിഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ ഈ വേദന ഒരു നൊമ്പരക്കാറ്റായി തന്നെ അവരുടെ ഉള്ളിലേക്കും അത് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വീണ്ടും തുടക്കമായിട്ടുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരു വിഭാഗവും നിൽക്കുന്നത്. കാസർകോട്ടെ കുമ്പോൾ തങ്ങൾ, അദ്ദേഹം 2 വിഭാഗവുമായി ബന്ധപ്പെട്ട് വലിയ അടുപ്പം പുലർത്തുന്ന ഒരാളാണ്. രണ്ടുപേരും ഒരു തരത്തിൽ ഒരു സമവായത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മധ്യസ്ഥം വഹിക്കാൻ കഴിയുന്ന ഒരാളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഈ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ഈ ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്.
എന്തായാലും രണ്ട് സംഘടനകളും ലയിച്ച ഒരൊറ്റ സംഘടന ആയില്ലെങ്കിൽ പോലും പൊതുവായ വിഷയങ്ങളിൽ ഐക്യപ്പെട്ടുകൊണ്ട് നിൽക്കുക എന്നൊരു ആശയത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിന് എത്ര നാൾ കാത്തിരിക്കണം എന്നൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ സമിതി രൂപീകരിച്ചെങ്കിൽ ആ സമിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് പിരിച്ചുവിട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 100ാം വാർഷികത്തിലെങ്കിലും അത്തരത്തിൽ സമസ്ത ഒരൊറ്റ സംഘടനയായോ അല്ലെങ്കിൽ ഐക്യപ്പെട്ട് ഒരു പൊതുവിഷയങ്ങളിൽ ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയായോ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതിനെയൊക്കെ എങ്ങനെ മറികടക്കും എന്നതുകൂടി നമുക്ക് കാത്തിരുന്ന് കാണണം.